എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡൽഹിയുടെ ഹൃദയഭൂമിയായ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഒരു അഗ്നിപർവ്വതം പോലെ വിറക്കൊള്ളുകയായിരുന്നു. 2026 ICC T20 ലോകകപ്പിലെ ഇന്ത്യ നമീബിയ 18ാം പോരാട്ടത്തിന് വേദിയൊരുങ്ങിയപ്പോൾ ആകാശത്തെ പോലും നീലനിറത്തിൽ മുക്കിയൊരുക്കി ആരാധകർ ഗാലറിയിൽ ഇരമ്പി. അവിടെ കണ്ടത് വെറുമൊരു മത്സരമായിരുന്നില്ല, മറിച്ച് ടീം ഇന്ത്യയുടെ ഒരു അശ്വമേധമായിരുന്നു. 2026 T20 ലോകകപ്പിലെ പോരാട്ടത്തിൽ നമീബിയയ്ക്കെതിരെ ഇന്ത്യ കുറിച്ചത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു. ടോസ് നേടി ഇന്ത്യയെ ബാറ്റിംഗിനയച്ച നമീബിയൻ ക്യാപ്റ്റൻ ഗെർഹാർഡ് എറാസ്മസ് ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല താൻ തുറന്നുവിട്ടത് ഒരു വലിയ കൊടുങ്കാറ്റിനെയാണെന്ന്. ഡൽഹിയിൽ റൺമഴയും വിക്കറ്റ് വേട്ടയും കൊണ്ട് ആറാടിയിരുന്ന ഇന്ത്യൻ ടീമിന് അതൊരു രാജകീയ വിജയം തന്നെയായിരുന്നു. ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യാൻ ക്രീസിലെത്തിയത് സഞ്ജു സാംസണും ഇഷാൻ കിഷനും. നമീബിയയുടെ ഏറ്റവും വിശ്വസ്തനായ പേസർ റൂബൻ ട്രംബൽമാൻ എറിഞ്ഞ ആദ്യ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ സഞ്ജു സാംസൺ തന്റെ നയം വ്യക്തമാക്കി. മത്സരത്തിന്റെ തുടക്കം തന്നെ ഒരു വെടിക്കെട്ടോടെയായിരുന്നു. ഓപ്പണിംഗിനായി ക്രീസിലെത്തിയത് നമ്മുടെ സ്വന്തം സഞ്ജു സാംസണും ഇഷാൻ കിഷനും. സഞ്ജു, നീ വെറുമൊരു ബാറ്റ്സ്മാൻ അല്ല, ഒരു വികാരമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ആദ്യ ഓവർ. നമീബിയൻ പേസർ റൂബൻ ട്രംബൽമാൻ എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ സൈഡ് സ്ക്രീനിന് മുകളിലൂടെ ഒരു കൂറ്റൻ സിക്സർ പറത്തി സഞ്ജു യുദ്ധത്തിന് കാഹളം മുഴക്കി. തൊട്ടടുത്ത ഓവറിൽ ബെൻ ഷിക്കോങ്കോയെ സഞ്ജു പഞ്ചിക്കിട്ടു. 2 സ്കൈ കിസിംഗ് സിക്സറിങ്ങളും ഒരു ബൗണ്ടറിയും. വെറും 8 പന്തിൽ 22 റൺസ്. ഒരു സ്ലോവർ ബോളിൽ സഞ്ജു വീണെങ്കിലും അദ്ദേഹം കൊളുത്തിയ തിരി പിന്നീടൊരു കാട്ടുതീയായി മാറുകയായിരുന്നു. ആ തീ പടർത്തിയത് സാക്ഷാൽ ഇഷാൻ കിഷൻ. സഞ്ജു പോയെങ്കിലും ക്രീസിലുണ്ടായിരുന്നത് ഇഷാൻ കിഷൻ എന്ന കൊടുങ്കാറ്റായിരുന്നു. തിലക് വർമ്മയ്ക്കൊപ്പം ചേർന്ന് ജെ സ്മിത്തിനെതിരെ ബാറ്റ് വീശിയ ഇഷാൻ പവർ പ്ലേയുടെ അവസാന ഓവറിൽ സ്മിത്തിനെ അക്ഷരാർത്ഥത്തിൽ കശാപ്പ് ചെയ്തു. തുടർച്ചയായി 4 കൂറ്റൻ സിക്സറുകളും ഒരു ബൗണ്ടറിയും. വെറും 24 പന്തിൽ 61 റൺസ്. 6 ഫോറും 5 സിക്സറും അടങ്ങിയ ആ ഇന്നിംഗ്സ് കണ്ടാൽ ആരും പറയും ഇന്നത്തെ ദിവസം ഇഷാൻ കിഷൻ ഏതോ അമാനുഷിക ശക്തിയുടെ ലഹരിയിലായിരുന്നുവെന്ന്. ഇന്ത്യ പവർ പ്ലേയിൽ തന്നെ 80 കടന്നു. ഇഷാൻ പുറത്തായ ശേഷം വന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എറാസ്മസിനെതിരെ തന്റെ സിഗ്നേച്ചർ ലാപ്പ് സ്വീപ്പറിലൂടെ സിക്സർ പറത്തിയെങ്കിലും 11ാം ഓവറിൽ ബെർണാഡ് ഷോൾട്ടിന്റെ കെണിയിൽ വീണ് സ്റ്റംപ് ഔട്ടായി മടങ്ങി. മറുവശത്ത് 25 റൺസുമായി പൊരുതിയ തിലക് വർമ്മയും വീണതോടെ ഇന്ത്യ 124-ന് 4 എന്ന നിലയിലായി. എന്നാൽ പിന്നീടായിരുന്നു യഥാർത്ഥ വെടിക്കെട്ട്. ക്രീസിലൊന്നിച്ച ഹാർദിക് പാണ്ഡ്യയും ശിവം ദുബെയും നമീബിയൻ ബൌളർമാരെ നിലംപരിശാക്കി. 15ാം ഓവറിൽ ശിവം ദുബെ 107 മീറ്റർ ദൂരത്തേക്ക് പന്ത് അടിച്ചു പറത്തിയപ്പോൾ ഹാർദിക് പാണ്ഡ്യ മറുപടിയായി 109 മീറ്റർ സിക്സർ പറത്തി ഗാലറിയെ ഞെട്ടിച്ചു. വെറും 27 പന്തിൽ അർദ്ധശതകം തികച്ച ഹാർദിക്കും ദുബെയും ചേർന്ന് സ്കോർ 190-ൽ എത്തിച്ചു. പക്ഷേ അവസാന 3 ഓവറുകളിൽ കളി മാറി മറിഞ്ഞു. 18ാം ഓവറിൽ എറാസ്മസ് ഹാർദിക്കിനെ 52-ന് പുറത്താക്കി. തൊട്ടു പിന്നാലെ ശിവം ദുബെ 23-ന് റൺഔട്ടായി. 19ാം ഓവറിൽ അക്ഷർ പട്ടേൽ 0-ന് പുറത്തായതോടെ എറാസ്മസ് 4 വിക്കറ്റ് നേട്ടം ആഘോഷിച്ചു. ഫിനിഷർ റിങ്കു സിംഗിനും തിളങ്ങാനായില്ല. ഒടുവിൽ അവസാന പന്തിൽ അർഷ്ദീപും റണ്ണൌട്ടായതോടെ ഇന്ത്യ 209-ന് 9 വിക്കറ്റ് എന്ന നിലയിൽ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ നമീബിയയ്ക്ക് തുടക്കത്തിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ലൗറൻസ് സ്റ്റീൻകാംപ് അർഷ്ദീപിനെയും ഹാർദിക്കിനെയും ബൗണ്ടറി കടത്തി വിറപ്പിച്ചു. പവർ പ്ലേയിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 57 റൺസ് എന്ന ഭേദപ്പെട്ട നിലയിൽ അവരെത്തിയിരുന്നു. എന്നാൽ പിന്നീട് കണ്ടത് വരുൺ ചക്രവർത്തി എന്ന മാന്ത്രികന്റെ വിളയാട്ടമാണ്. വരുണിന്റെ മിസ്റ്ററി സ്പിന്നിനു മുന്നിൽ നമീബിയൻ ബാറ്റ്സ്മാൻമാർക്ക് ഉത്തരമില്ലായിരുന്നു. സ്റ്റീൻകാംപിനെയും ജെ സ്മിത്തിനെയും കറക്കി വീഴ്ത്തിയ വരുൺ നമീബിയയുടെ നടുവൊടിച്ചു. സ്മിത്തിന്റെ ഓഫ് സ്റ്റംപ് തെളിച്ച കാഴ്ച ഏതൊരു ക്രിക്കറ്റ് പ്രേമിയെയും കോരിത്തരിപ്പിക്കുന്നതായിരുന്നു. അക്ഷർ പട്ടേൽ നമീബിയൻ ക്യാപ്റ്റൻ എറാസ്മസിനെ കൂടി മടക്കിയതോടെ അവരുടെ പോരാട്ടം അവസാനിച്ചു. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ബൌളർമാർ വരിഞ്ഞു മുറുക്കിയപ്പോൾ നമീബിയ 15 ഓവറിൽ 6-ന് 105 എന്ന നിലയിൽ തകർന്നു. എന്നാൽ പിന്നാലെ വന്ന ബാറ്റ്സ്മാൻമാരും പൊരുതി നോക്കിയെങ്കിലും ഇന്ത്യയ്ക്ക് മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ഒടുവിൽ ഇന്ത്യയ്ക്ക് വമ്പൻ ജയം കൈപ്പിടിയിലായി. വരുൺ ചക്രവർത്തിയും അക്ഷർ പട്ടേലും ചേർന്ന് നടത്തിയ സ്പിൻ കെണിയിൽ നമീബിയ വീണുപോയി. ഈ ജയത്തോടെ ഗ്രൂപ്പിൽ ഇന്ത്യ ഒന്നാമതെത്തിയെന്നു മാത്രമല്ല ലോകകപ്പിലെ മറ്റു ടീമുകൾക്ക് ശക്തമായൊരു മുന്നറിയിപ്പും നൽകിത്തിരിക്കുകയാണ്. സഞ്ജുവിന്റെയും ഇഷാന്റെയും വെടിക്കെട്ടും ഹാർദിക്കിന്റെ ഫിനിഷിംഗും വരുണിന്റെ മാന്ത്രിക ബൌളിംഗും ചേർന്ന ഈ മത്സരം വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങൾക്കുള്ള ട്രെയിലർ മാത്രമാണ്. ഈ മത്സരം നൽകുന്ന സൂചന ഒന്നേയുള്ളൂ. സഞ്ജുവിനെ പോലെയുള്ളവരുടെ സ്ഫോടനാത്മക തുടക്കം, ഇഷാന്റെ പോലെയുള്ളവരുടെ മധ്യനിരയിലെ താണ്ഡവം, ഹാർദിക്കിനെ പോലെയുള്ള ഫിനിഷർമാരുടെ കരുത്ത്, ഒപ്പം വരുണിനെ പോലെയുള്ള സ്പിൻ മാന്ത്രികരും ബുംറയെ പോലെയുള്ള പേസ് രാജാക്കന്മാരും. ഈ ടീമിനെ തളയാൻ ഇന്ന് ലോകത്ത് ആരുണ്ട്? ബാറ്റിംഗ് തകർന്നാലും ബൌളിംഗിലൂടെ ജയിക്കാനും ബൌളിംഗ് പാളിയാൽ ബാറ്റിംഗിലൂടെ തിരിച്ചടിക്കാനും കെൽപ്പുള്ള ഈ ടീം ഇന്ത്യ അജയരാണ്. ഇന്നത്തെ ഈ പ്രകടനം കാണുമ്പോൾ ഉറപ്പിച്ചു പറയാം, 2026 T20 ലോകകപ്പ് ഇന്ത്യയ്ക്കുള്ളതാണ്. ഈ കപ്പ് അത് നമ്മൾക്കുള്ളതാണ് മക്കളെ. അത് വരുന്നത് ഇന്ത്യയിലേക്കാണ്. ഇനി അങ്ങോട്ട് എതിരാളികൾ ആരായാലും, അത് പാകിസ്ഥാനായാലും ഓസ്ട്രേലിയ ആയാലും ഈ നീലപ്പടയുടെ മുന്നിൽ മുട്ടുകുത്തും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ മത്സരത്തിലെ യഥാർത്ഥ ഹീറോ ആരാണ്? ഇഷാനോ, ഹാർദിക്കോ, അതോ വരുൺ ചക്രവർത്തിയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.